ഇന്നലെ രാത്രി തന്നെ കിങ്ങിണി നാളെ സാമ്പാർ വേണം അമ്മയെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് ദോശയും സാമ്പാറാക്കാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ സാമ്പാറിലേക്ക് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടി നന്നായി വറക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ലേശം സാമ്പാർ പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി വറുത്ത് ബ്രൗൺ കളറാവുന്നവരെ വറക്കുക. എന്നിട്ട് ഞാനിത് തണിയാനായി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സാമ്പാറിന് വേണ്ടി വേവിച്ച പരിപ്പും കഷ്ണങ്ങളും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളി ഒഴിച്ചിട്ട് കുറച്ച് സമയം തിളക്കാനാക്കി മാറ്റി വെക്കാം. അതവിടെ നിന്ന് തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് ദോശ ചുട്ടെടുക്കാം. വലിയ ദോശ ചുട്ട് കൊടുക്കുന്നതിനെക്കാട്ടി മൂക്കിഷ്ടം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശ ചുട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു ദോശക്കല്ലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ദോശേൻ്റെ മുകളിൽ ഇങ്ങനെ ഹോള് വീഴാൻ തുടങ്ങുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ദോശയെല്ലാം മറിച്ചിട്ട് അങ്ങനെ 2 തവണ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ദോശ. അപ്പോഴത്തേക്കും നമ്മൾ സാമ്പാർ പുളി ഒഴിച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരവ് ചേർക്കാം. അരവ് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സാമ്പാർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള കടുക് പൊട്ടിച്ചിടാം. വാലുരുളി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വരും. വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. നന്നായി മൂത്ത് കിട്ടുമ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് ബോക്സ് എടുത്ത് വെക്കാം. ലഞ്ച് ബോക്സിലേക്ക് കുട്ടി കുട്ടി ദോശ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. മോൾക്ക് കുട്ടി ദോശ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നല്ലോണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് വെക്കാം. സ്നാക്സിലേക്ക് ഓറഞ്ചാണ് വെക്കുന്നത്. അപ്പോൾ സ്നാക്സ് ബോക്സും റെഡി. അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ ഓട്ടോന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കുറച്ച് നേരത്തെ റെഡി ആയതുകൊണ്ട് തന്നെ ഓട്ടോന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ച് സമയം നിൽക്കുമ്പോഴത്തേക്കും ഓട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ കിങ്ങിണിനെ ഓട്ടോയിൽ കയറ്റി സ്കൂളിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും താങ്ക് യു.